നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് വിശ്വം മാഷിനോടും ശ്രീജയോടും എല്ലാവരുമായിട്ട് ആ കാര്യം പറയണേ. അതെ, ആ SI സാബു ഉണ്ടല്ലോ, അയാൾ ആരോ തല്ലിച്ചാച്ച് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞു. ഇത് വിക്രം ചെയ്തെന്ന നാട്ടുകാരൊക്കെ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീജ പറഞ്ഞു, അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ശ്രീജ പറയണ. അപ്പോഴേക്കും കമല പറഞ്ഞു, വിക്രം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവനിപ്പോ എവിടെയോ ഒളിവിൽ പോയിരിക്കില്ലേ, ആ സമയത്ത് എങ്ങനെയാ ആ SI സാബുവിനെ നേരിടുന്നെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ നന്ദിനി പറഞ്ഞു, മിക്കവാറും അത് അവൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം വിക്രം. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇവിടെ വന്ന് അയാൾ പ്രശ്നം ഉണ്ടാക്കിയതും അതോടൊപ്പം തന്നെ എന്നെയും വിനായകനെ വിശ്വത്തിനെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതും വിനായകനെ തല്ലിയ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു കാണും. അല്ലെങ്കിലും അവൻ കുടുംബത്തോട് സ്നേഹമുള്ളവനായതുകൊണ്ടായിരിക്കും മിക്കവാറും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇത് കേട്ടപ്പോ നന്ദിനി അത്ഭുതത്തോടുകൂടി മാഷിനെ നോക്കുകയാണ്. നേരത്തെയാണ് മാഷ് കുറ്റപ്പെടുത്തുന്നതായിരുന്നു വിക്രത്തെ. ആ സമയം മാഷ് പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാതെയല്ലേ ഇവരെയൊക്കെ ആക്രമിച്ചത്, അപ്പൊ അവനിട്ടുള്ള പണി കിട്ടണം തന്നെ പറയാണ്. ഇനി ഒരു കാരണവശാലും അവനിങ്ങനെ ആരെ ഉപദ്രവിക്കരുത്. കമല പറഞ്ഞു, അത് ശരിയാ മാഷേ, കാരണം ഒരു തെറ്റും ചെയ്യാതെ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിയാൽ മതിയാവുള്ളൂ. വിശ്വം പറഞ്ഞു, വിക്രം എന്താണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു. വിക്രം ആരാ ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ വിക്രം ആണെങ്കിൽ നല്ല കാര്യമായിരിക്കും. എനിക്കറിയായിരുന്നു അവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന്. അവൻ എല്ലാവരെക്കാളും കൂടുതലായിട്ട് അവന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. അവനേക്കാളും കൂടുതലായിട്ട്. കാരണം കുടുംബത്തിലുള്ളവർക്ക് ഒരു പോറൽ സംഭവിച്ചെന്നറിഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മാഷ് പറഞ്ഞു, അതെനിക്കറിയാം. അവൻ എവിടെയാണെങ്കിലും അവൻ സേഫായിട്ടിരുന്നാൽ മതി. അവനൊരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. ആരെയും കൊല്ലാനൊന്നും അവന് പറ്റില്ല. ആരോ ഇതിനകത്ത് ശരിക്കും കിടന്ന് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, ഇനിയിപ്പ ആ SI സാബുവിനെ തല്ലിച്ചതച്ചതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാകാൻ പോകുന്നത്. കൂന്മേ കുരു എന്ന് പറഞ്ഞോണ്ട് വിനയേട്ടനൊന്ന് സൂക്ഷിക്കാൻ നല്ലതാ. ഇനിയിപ്പം ഇതിന്റെ അന്വേഷണവുമായിട്ട് വന്നിട്ട് ഇനിയിപ്പോ അടുത്ത പോലീസുകാരെ കൊണ്ടുപോയി വിനയേട്ടനെയൊക്കെ തല്ലി ചതിക്കുമെന്ന് പറഞ്ഞു. വിനായകൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ശ്രീജയ്, അല്ല നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട നന്ദിനി, മനുഷ്യനിച്ചിട്ട് മനസമാധാനം എന്താ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും കമല മാഷിനോട് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് മാഷേ, അവന് അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അവൻ നിരപരാധിയാന്നുള്ള സത്യം ലോകം മുഴുവൻ അറിയും. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലോ, ഒരു തെറ്റും ചെയ്യാതല്ലേ ഇപ്പോഴവനെ അനുഭവിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. മഹാഷ് പറഞ്ഞു, അതെനിക്കറിയാം, അതും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. മുമ്പായിരുന്നെങ്കിൽ ഞാൻ അവനെ കുറ്റപ്പെടുത്തിയാണ്, പക്ഷെ ഇനി ഞാൻ അവനെ കുറ്റപ്പെടുത്തില്ല. കാരണം അവനൊന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല. അവന് ഇപ്പൊ നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവരെ പിടിച്ചോണ്ട് പോയിട്ട് ഇടിക്കാനുള്ള അധികാര അവകാശമൊന്നും ഈ പറയുന്ന SI സാബുവിന് ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് അയാൾ കൈപൊക്കി എന്റെ നേർക്കും അതുപോലെ തന്നെ വിശ്വത്തിന്റെ വിനായകന്റെ നേർക്കാം. അതവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് മാഷകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ശ്രീജ ചോദിച്ചു, വിശ്വേട്ടാ ഇനിയിപ്പം വിക്രത്തെ എങ്ങനെ പിടികൂടുവോ ഒരു പോലീസുകാര്? അവൻ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പിടികൂടത്തില്ല. അവനെ ഒന്നും പിടികൂടാൻ പറ്റുന്ന കാര്യമില്ല. അവൻ എവിടെയോ ആരുടെയോ കയ്യിൽ നന്നായിട്ട് സേഫ് ആയിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നേ. അല്ലെങ്കിൽ പിന്നെ ആ SI സാബുവിനെ പോലെയുള്ള ഒരുത്തനെ വന്ന് അടിച്ചൊതുക്കിയിട്ട് അവൻ പോകത്തില്ലോ. അല്ലെങ്കിലും അവൻ ചങ്കൂറ്റമുള്ളവനാ, അറിയാലോ. ശ്രീജ പറഞ്ഞ കാര്യമൊക്കെ കാര്യം തന്നെയാ, പക്ഷേങ്കിലും ഒരു പക്ഷേങ്കിലും ഇല്ല. നീ ധൈര്യമായിട്ടിരിക്കുക, കയറി വരാനൊക്കെ പറഞ്ഞിട്ട് ശ്രീജ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ചന്ദ്രശേഖരൻ ശ്രീകാന്തും കൂടെ സംസാരിക്കുകയാണ്. ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ അയാളെ കണ്ടിട്ട്, ആ സാബുവിനെ കണ്ടിട്ട് അതൊരു ആക്സിഡന്റ് ആണെന്നോ? അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഒരിക്കലും അല്ല. അയാൾ എന്തിനോ ഭയപ്പെടുന്നുണ്ട്. അയാൾ അതാ സത്യങ്ങളൊന്നും വിളിച്ചു പറയാത്തെ. ഒരുപക്ഷെ വിക്രം അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന തരത്തിൽ ആ സാബുവിനെ. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഇനിയിപ്പം ഈ പറയുന്ന SI സാബുവിനെ കൊണ്ട് നമുക്കൊരു പ്രയോജനം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അച്ഛാ. അത് ശരിയാ, അവനെ കൊണ്ട് എന്താണെങ്കിലും നമുക്ക് ഇനിയിപ്പോ ഒരു ഉപകാരം ഉണ്ടാവും തോന്നില്ല. ആ ഡോക്ടർ പറഞ്ഞു കേട്ടോ, അവന്റെ കുതികാല് വെട്ടിയിരിക്കുവന്ന്. അങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവനെ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല. സർവീസ് കയറി ജോലി ചെയ്യാൻ പറ്റുമെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇനിയിപ്പൊ അവനെ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ നമ്മുടെ അടുത്ത തുറപ്പിച്ചിട്ട് വാസവനാന്ന് പറയണം. വാസവന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. അയാളുടെ മനസ്സിലെന്ത് ചൂട് പിടിപ്പിക്കണം. കാരണം ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ പിടികൂടണമെങ്കിൽ വാസവന്റെ സഹായം ഉണ്ടായാൽ മതിയാളെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വാസവനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ വാസവനെ കണ്ടിട്ട് വാസവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. SI സാബുവിന് കിട്ടിയതൊക്കെ എല്ലാം കേട്ടിഞ്ഞപ്പോൾ വാസവൻ പറഞ്ഞു, അവനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല. സാരമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എന്റെ ഗുണ്ടകളുണ്ടല്ലോ, ഞാൻ അവരെ ഇറക്കിക്കോളാം. അവൻ ഏത് പാതാളത്തിൽ പോയി വിളിച്ചിരുന്നാലും അവനെ ഞാൻ പൊക്കൂന്ന് പറഞ്ഞു.
ശ്രീകാന്ത് പറഞ്ഞു, അവൻ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായല്ലോ. ആ എസ് ഐ സാബുവിനെ അവന് ഇടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. ഇനി അയാൾക്ക് ഈ ജന്മത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. വാസവൻ പറഞ്ഞു, അവന്റെ അവിടെയോ അഭ്യാസമൊക്കെ തീർന്നു തന്നെയാ. എന്റെ കയ്യിൽ അവനെ കിട്ടും. ഒന്ന് കിട്ടിയപ്പോ അവൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. എന്റെ മോനെ ഇല്ലാതാക്കിയവനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രശേഖരൻ പറഞ്ഞു, ഒരു കാരണവശാലും വെറുതെ വിടല്ലേ. കാരണം നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നല്ലേ അവന്. എന്നിട്ടല്ലേ ശ്രീകാന്തും കൂടെ പറയുവാണ് ഓരോ കാര്യങ്ങളിങ്ങനെ. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരിച്ച് വരുണും ദീപ്തിയായിട്ടുള്ള വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ കരുതിയിരിക്കുമായിരുന്നു. ആ സമയത്തല്ലേ വാസ സാറേ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. സാരമില്ല, സാറിനെ കൊണ്ട് പറ്റുന്ന കാര്യമൊക്കെ സാറ് ചെയ്യാനൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു. വാസവൻ പറഞ്ഞു, ശരി ഞാനൊന്ന് നോക്കട്ടെ. ഉറപ്പായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ അവനെ ഞാൻ പിടികൂടിയിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് വേറെ വിക്രത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. അതിനുശേഷം വിക്രത്തോട് പറഞ്ഞു, അല്ല കുളിച്ചൊന്ന് വേഷമൊക്കെ മാറണ്ടേ. പക്ഷെ എന്നോട് ഡ്രസ്സും കാര്യങ്ങളൊന്നും വിക്രത്തേനയിൽ ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ല വേറെ, അതെ പേടിക്കൊന്നും വേണ്ട, ഞാൻ പുറത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ പോകുന്ന സമയത്ത് ഞാൻ കഥക് പുറത്തുനിന്ന് പൂട്ടിയിട്ടാ പോന്നേ. അതുകൊണ്ട് ആരും അകത്തേക്കൊന്നും കയറാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേദ കഥകൊക്കെ പൂട്ടി പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നേ. വേദ എന്ന് നോക്കുകയാണ്, ഇവിടെ എങ്ങോട്ടാ പോന്നേ എന്തൊന്നും അറിയത്തില്ലല്ലോ. ഇവളെ വാച്ചുവാണ്, ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പക്ഷെ ഇവൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നീട് വേദ നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ചെന്ന് കയറുന്നത്. ആ സമയം ശ്രീകാന്ത് അവിടെ പതുങ്ങി നിന്നു. ഇവള് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണല്ലോ കയറിയത്. ഓ, എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാനായിരിക്കും എന്ന് കരുതി. അപ്പൊ താൻ സംശയിച്ച പോലെ ഒന്നും അല്ല, വിക്രത്തെ കാണാനൊന്നും അല്ല ഇവള് പോയത്. പിന്നീട് ശ്രീകാന്ത് തിരികെ തന്റെ കമ്പനിയിലേക്ക് പോവാണ്. ആ സമയം വേദ എന്നിട്ട് വിക്രത്തിനുള്ള കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ്. അതൊക്കെ വാങ്ങിച്ച് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത്. കാരണം വിക്രം മുറിയിലുണ്ട്. അധിക സമയം വിക്രത്തിന് തനിച്ച് അവിടെ ഇരുത്താൻ പറ്റില്ല. വിക്രത്തിന് ഉച്ചയ്ക്കാണെങ്കിൽ ആഹാരം കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേദ തിരിച്ചു വന്നിട്ട് വിക്രത്തോട് പറഞ്ഞു, അതെ ഇതിനകത്ത് വിക്രത്തിന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, വിക്രം ഒന്ന് കയറി ഫ്രഷ് ആനായിട്ട് പറയണം. അപ്പോഴേക്കും വിക്രമിന് പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വേണമെന്ന് പറയണം. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. എന്തിന്? അല്ല കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റണ്ടേ. അതൊന്നും വേണ്ട, ഞാൻ തന്നെ കുളിച്ചോളാന്ന് പറഞ്ഞു. അതേ വിക്രം, തനിച്ച് കുളിച്ചോളാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാലൊക്കെ നനയാതെ വേണം. കാലൊക്കെ അവിടെ കയറ്റി വെച്ച് സേഫ് ആയിട്ടുള്ള രീതി വേണമെന്ന് പറഞ്ഞു. വിക്രത്തിന് ആ പാട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് വേദ വിക്രത്തെ കൈ പിടിച്ചോണ്ട് ബാത്റൂമിലേക്ക് വന്നു. അവിടെ എത്തി. ആ സമയം വിക്രം പറഞ്ഞു, ഇനി ഞാൻ തന്നെ കുളിച്ചോളാം. പിന്നീട് വിക്രം കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തിനുള്ള ആഹാരമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിക്രം ഡ്രസ്സൊക്കെ മാറി ആഹാരമൊക്കെ കഴിച്ചു. ആ സമയത്ത് വേദയെ വിക്രം നോക്കണം. പാവം തനിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു. തന്റെ കാര്യം മാത്രമല്ല ഇതിന്റെ കാര്യം, പാവത്തിന്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവും എന്നൊരു ചിന്ത. പിന്നീട് വേദയോട് പറഞ്ഞു, വേദ നീ ഒരു കാര്യം ചെയ്യാം, ജോസഫിനെയോ അല്ലെങ്കിൽ രാജേട്ടനെ ആരെങ്കിലും വിളിച്ച് എന്നെ അവരോടൊപ്പം പറഞ്ഞയച്ചാലേ ഞാൻ ഇനി ഇവിടെ നിന്നിട്ടുണ്ട് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, അറിയാലോ കാലെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡ്രസ്സ് ചെയ്യണം. അറിയാവുന്നവരാരെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് വിക്രം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഡ്രസ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ വാസവന്റെ കയ്യിലോ പോലീസുകാരുടെ കയ്യിലോ പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർന്നു. സത്യങ്ങളൊക്കെ തെളിയിക്കണ്ടേ. വരുണെ കൊലപ്പെടുത്തിയത് വിക്രം അല്ല എന്നുള്ള സത്യം പുറത്തു വരണ്ടെന്ന് ചോദിച്ചു. പുറത്തു വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ പാലം കൂടെ കഴിഞ്ഞുപോയി. രാത്രിയായി. ഈ സമയത്തൊക്കെ വേദ അകത്ത് തന്നെയാണ്. ഇടയ്ക്ക് പത്മ വേദയെ വിളിക്കുന്നുണ്ട്. നീ എന്താ എപ്പോഴും മുറിക്കകത്ത് തന്നെ കയറിയിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറഞ്ഞ് വിളിച്ചു. പക്ഷെ വേദ അത് മൈൻഡ് ആക്കാനായിട്ട് പോയില്ല. കാരണം വേദയ്ക്കറിയാം താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് ശരിയാകത്തില്ലെന്ന്. എങ്ങാനും പുറത്തിറങ്ങി പോണ സമയത്ത് ഈ പറയുന്ന ശ്രീയേടൻ അങ്ങനെ അകത്തേക്ക് കയറി വന്ന് വിക്രത്തെ കണ്ട അതോടുകൂടി തീർന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ രാത്രിയെ കഴിഞ്ഞപ്പം വേദ പോയി ആഹാരം കഴിച്ചു. പക്ഷെ വിക്രത്തിനുള്ള ആഹാരം എടുക്കണമല്ലോ, എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഇങ്ങനെ വേദ ഇരിക്കുവാണ്. കുറെ സമയം കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുവാണ്. പിന്നീട് വേദ എന്ത് ചെയ്തു, വിക്രത്തിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് നേരെ മുറിയിലേക്ക് വന്നു. അങ്ങനെ വിക്രത്തിന് കഞ്ഞിയായിരുന്നു. അപ്പൊ കഞ്ഞിയൊക്കെ വിക്രത്തിന് കോരി കൊടുക്കുന്ന വേദയാണ്. ഞാൻ കോരിത്തരാന്ന് പറഞ്ഞിട്ട് വേദ കോരി കൊടുക്കുകയാണ്. ആ സമയം വിക്രം പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടായില്ലേ, എന്തിന് അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. പിന്നെ എനിക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കാരണം, അതെ ഇപ്പൊ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ നമ്മളോട് സംസാരം വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലെങ്കിലല്ലേ ജീവിതത്തില് ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സന്തോഷം കാര്യങ്ങൾ അതേനെ, ഇതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം. പിന്നീട് നമുക്ക് ഇതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിക്രത്തിന് അറിയാവുന്ന ചോദിച്ചു. വിക്രം ചോദിച്ചു, എന്ത് മാറ്റം? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അവര് സംസാരിച്ചിരിക്കുകയാണ്. ആ സമയം വിക്രത്തിന് കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട് വേദ.
ഈ സമയം ശങ്കരനാരായണൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ശങ്കരനാരായണൻ എന്ത് ചെയ്തു, കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേദയൊന്ന് കാണണം, സംസാരിക്കണം, വേദയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടെന്ന് കരുതിയിട്ട് വേദയുടെ മുറിയിലേക്ക് വരുമ്പോൾ അകത്തൊരു സംസാരം കേൾക്കാം. അകത്ത് ആരും സംസാരിക്കുന്നുണ്ടല്ലോ. ഒരു നിമിഷം ശങ്കരനാരായണൻ ഇങ്ങനെ അനങ്ങാൻ നിന്നു. പിന്നീട് കഥയെ മുട്ടുവാണ്. അപ്പോഴേക്കും വേദ ഞെട്ടിപ്പോയി. ദൈവമേ ഇതാരാ? 2-3 മുട്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി. വിക്രത്തോട് പറഞ്ഞു, വിക്രം അതേ ആ സ്റ്റോർ മുറിയിലേക്ക് പോയിക്കോ, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. കഞ്ഞിപ്പാത്ര കട്ടിലിനടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. ആ സമയം ശങ്കരനാരായണൻ വീണ്ടും മുട്ടിട്ട് വെച്ചു, വേദ നീ ഉറങ്ങിയോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേദ പോയി കഥ തുറന്നു. എന്താച്ചാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല എത്ര തവണ നിന്നെ വിളിച്ചു, നീ എന്താ വിളിയെ ഇളക്കായിരുന്നെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ഛാ ഞാൻ ചില അർജന്റ് വർക്കിലായിരുന്നു പറയണം. ഓ അങ്ങനെയായിരുന്നില്ലേ. പിന്നീട് ശങ്കരനാരായണൻ ഇങ്ങനെ നോക്കണം. അല്ല നീ ആരോട് സംസാരിക്കുന്നതായിട്ടല്ലോ. ഞാനത് ഒരു വീഡിയോ കണ്ട അച്ഛാന്ന് പറഞ്ഞു. അല്ല നിന്റെ സംസാരം പോലെ എനിക്ക് തോന്നിയായിരുന്നല്ലോ. അത് അച്ഛൻ്റെ തോന്നലാന്ന് പറയണം. അപ്പോഴാണ് ശങ്കരനാരായണൻ കട്ടിലിനടിയിരിക്കുന്നത് ആ കഞ്ഞിപ്പാത്രം കണ്ടത്. ഇതെന്താ വേദ, ഇതെന്തിനാ ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഒരു ഒറ്റ ചോദ്യമായിരുന്നു. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ഞെട്ടിപ്പോയി. ദൈവമേ തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.